പോത്തൻകോട് വാവറയമ്പലത്തു നിന്നും നേതാജിപുരത്തേക്കുള്ള റോഡ് നവീകരണത്തിനായി കൊണ്ടിറക്കിയ ചല്ലി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ റോഡിലേക്ക് നിരന്ന് വാഹനയാത്രികർക്ക് ഭീഷണിയാകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഏറെ നാളായി ഈ വർക്ക് ഇവിടെ എടുത്ത് ഈ സാധനം ഇവിടെ കൊണ്ടിറക്കുകയും അത് പണി നടക്കാത്ത തരത്തിൽ ഇലക്ഷന് മുമ്പേ തന്നെ ഇതെല്ലാം ഇടിച്ചു പൊളിച്ചിട്ട് പണി നടക്കാത്ത രീതിയിൽ ഈ റോഡിന് യാത്രാ സൗകര്യങ്ങൾ അസൗകര്യപ്പെടുത്തുന്ന രീതിയിൽ കിടക്കുകയും ആണ് ഉണ്ടായത്. പല പ്രാവശ്യവും നമ്മൾ അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് ഈ റോഡിൽ യാത്രക്കാർക്ക് പോകാൻ പറ്റാതിരുന്ന സാഹചര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് മുട പറയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് പരിഹരിക്കണം എന്നുള്ള തരത്തിലല്ല ഈ വർക്ക് എടുത്തേക്കാണ് ആൾ സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും തന്നെ ഈ രാവിലെ സ്കൂളിൽ ലക്ഷ്മിലാസ് ഹൈസ്കൂളിൽ പിന്നെ കൊയ്ത്തൂർക്കുണം EV UPS പോത്തങ്കോട്ട് UPS പോകുന്ന ഒരുപാട് ധാരാളം കുട്ടികൾ ഇതുവഴി പോകുന്നതാണ്. അവരെ പലരും രക്ഷകർത്താക്കൾ പെൺപിള്ളേരായ രക്ഷകർത്താക്കളൊക്കെയാണ് ആക്റ്റീവയിലൊക്കെ അവരെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേര് രാവിലെ ഇവിടെ മറിഞ്ഞ് വീണ് അങ്ങനെ ഒരുപാട് പേര് പരാതിയൊക്കെ ഞങ്ങളുടെ വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ടാണ് പുള്ളിയുടെ നമ്പർ എടുത്ത് പുള്ളിയെ വിളിക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞ് വരാൻ പറ്റില്ല, തിങ്കളാഴ്ച ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ഒതുക്കിയാണ് ഇട്ടേക്കണത്, റോഡിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ ഒതുക്കിയാണ് ഇട്ടാണ്, ആർക്കും യാത്ര അസൗകര്യം ഉണ്ടാകാത്ത തരത്തിൽ ഞാൻ ഇട്ടിട്ടില്ല എന്നാണ് പുള്ളിയെ വിളിച്ച സമയത്ത് പുള്ളി നമ്മളുടെ പറയണം. അപ്പൊ തിങ്കളാഴ്ച അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പുള്ളി ഇപ്പൊ പറയുന്നത്. ഇപ്പം സ്കൂൾ ബസ് രാവിലെ ഇവിടെ വന്നിട്ട് ഇവിടെയാണ് പല സ്കൂൾ ബസ്സും ഇവിടെ വന്ന് തിരിഞ്ഞു പോകുന്നതാണ്. ആ സ്കൂൾ ബസ്സുകൾക്ക് ഒന്നും ഇവിടെ വന്നിട്ട് തിരിഞ്ഞു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ പുള്ളിയുടെ വിളിച്ച് പറഞ്ഞിട്ട് പുള്ളി ഒരു നിഷേധാത്മകമായ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതിന് എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഇപ്പം ആൾക്കാർ പലരുമായിട്ട് ബന്ധപ്പെടുകയും പഞ്ചായത്തിൽ തന്നെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. വാർഡ് മെമ്പർമാർ രണ്ടുപേര് 2 വാർഡിന്റെ മെമ്പർമാരെ വിളിച്ച് പറഞ്ഞു അവരൊക്കെ ഈ വർക്ക് എടുത്ത് അങ്ങനെ ആളിനെ അറിഞ്ഞുകൂടാ, നമ്പറില്ല എന്നൊക്കെയാണ് അവർ രണ്ടുപേരും ഞങ്ങളുടെ മറുപടി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ പണി ആരംഭിക്കാനായി കരാറുകാരൻ താളങ്കോട് ജംഗ്ഷനിൽ ചല്ലി കൊണ്ടിറക്കി. എന്നാൽ പണി ആരംഭിച്ചില്ല. ഇപ്പോൾ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡാണ് ഇത്. ചല്ലി റോഡിൽ നിരന്ന് ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. രാവിലെ തന്നെ ഒരുപാട് നമ്മുടെ ഇവിടെയുള്ള അമ്മമാര് പെൺകുട്ടികളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ട് ഈ മെറ്റൽ കയറിൽ കയറിയിട്ട് അവിടെ വീണുകയുണ്ടായി. അത് ഈ വണ്ടി വരുന്നത് തന്നെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വേറൊരു വണ്ടിക്ക് വരാൻ പറ്റത്തില്ല. പിന്നെ ഈ റോഡിൽ നിന്നുള്ള വണ്ടികൾ നേരെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് വരുന്ന വണ്ടിക്ക് കണ്ടു കയറാൻ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഭയങ്കര അപകടം പിടിച്ച ഒരു മേഖലയാണ്. ഇതിനു മുൻപ് ഇവരിത് തന്നെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെയാണ് ഇതിനെ കോരി ഒതുക്കി ഒരു സൈഡിലേക്ക് ആക്കിയത്. അത് വീണ്ടും അവർ അതേ പ്രവൃത്തി തന്നെ വീണ്ടും തുടരുകയാണ്. കാര്യം ഇത് അയാളെ വിളിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞ് എനിക്ക് തിങ്കളാഴ്ച ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റോഡിൽ ഒതുക്കിയാണ് ഇട്ടേക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മുഴുവൻ നാട്ടുകാരുടെ ഒരു പ്രതിഷേധമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവനും കുട്ടികളുടെ ജീവനും യാത്രക്കാരുടെ ജീവനൊന്നും ഒരു വില പോലും കൽപ്പിക്കാതെ ഒരു റോഡ് കോൺട്രാക്ടർ ഇത് കണക്ക് ഇറക്കിയിടുക എന്ന് പറയുന്നത് അത് അതിനുവേണ്ടിയുള്ള എന്ത് നിയമ നടപടിയാണ് കോൺട്രാക്ടറിന് സ്വീകരിക്കാൻ പറ്റുന്നതിന് അത് അധികൃതർ ആ നിയമ നടപടി അവരൊക്കെ സ്വീകരിക്കുക തന്നെ വേണം. പഞ്ചായത്തിലെ മെമ്പറിനെ ഇവിടുത്തെ വാവറയമ്പലം നമ്മുടെ ഇപ്പോഴത്തെ വാവറയമ്പലം വെസ്റ്റിലെ മെമ്പർ അബിൻദാസിനെ വിളിച്ച സമയത്ത് അബിൻദാസ് പറഞ്ഞത് അദ്ദേഹത്തെ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് തിങ്കളാഴ്ച റോഡിന്റെ പണി തുടങ്ങും എന്നാണ്. അപ്പം നമുക്ക് അതുവരെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റും. ഇനി 4-5 ദിവസമുണ്ട്. യാത്രക്കാരുടെ ജീവനും എല്ലാത്തിനും ഇത് ഭയങ്കരമായിട്ടൊരു അപകടമാണ്. പിന്നെ ഇന്ന് വ്യാഴാഴ്ച ആയുള്ളൂ. നമ്മുടെ നേതാജിപുരം വാർഡ് മെമ്പർ ഷാഹിദ മാഡത്തിനെ വിളിച്ച സമയത്ത് അവരും പറഞ്ഞത് നമ്പറില്ല, ഞാൻ നമ്പർ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. TR അനിൽ സാറിനെയും വിളിച്ചറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹം തിരക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റോഡ് നിറയിടാതെ ഈ റോഡിന്റെ സൈഡിലേക്ക് ഇവരൊന്ന് ഒതുക്കിയിട്ടാൽ മതി, നമുക്ക് വണ്ടികൾക്ക് പോകാൻ പറ്റും. അതുപോലും അങ്ങനെ ഒരു മാനുഷിക പരിഗണന പോലും ജനങ്ങൾക്ക് കൊടുക്കാതെ ഈ പ്രവൃത്തിക്കെതിരെ ശക്തമായിട്ട് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം. കരാറുകാരന്റെ കെടുകാര്യസ്ഥത കാരണം വെട്ടിലായിരിക്കുന്നത് ഇവിടുത്തെ പാവം ജനങ്ങളാണ്. ന്യൂസ് ഡെസ്ക് കേരള ടുഡേ.